അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 49. മുസ്ലിമുകളെന്നോ അമുസ്ലിമുകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരും മലയാള ഭാഷ അറിയുന്നവരെല്ലാം നമ്മുടെ ഈ ഗ്രന്ഥവും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളും വായിച്ചറിയണമെന്നാണ് നമ്മുടെ ആവശ്യവും അഭിലാഷവും. അപ്പോൾ ആർക്കെങ്കിലും ഖുർആനിൽ പ്രസ്താവിച്ചതോ അതിൻ്റെ പ്രസ്താവനാ വൃത്തത്തിൽ അടങ്ങിയതോ ആയ വല്ല വിഷയത്തിലും എന്തെങ്കിലും പന്തികേടുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിയേക്കുന്ന പക്ഷം മേൽ വിവരിച്ച യാഥാർത്ഥ്യം മുന്നിൽ വച്ചു കൊണ്ടായിരിക്കണം അവർ വിധി കൽപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഏതൊരു വിഷയവും അതെത്ര പ്രധാനമോ അപ്രധാനമോ ആയിക്കൊള്ളട്ടെ യുക്തിപൂർവകവും ന്യായപൂർണവുമായി കാണാവുന്നതാകുന്നു. ഈ അടിസ്ഥാനം ഗൗനിക്കാതെയുള്ള ഏതു തീരുമാനവും ഖുർആനെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും തത്വസംഹിതയെ സംബന്ധിച്ചോ ആയിക്കൊള്ളട്ടെ കേവലം മൗഢ്യവും വിഡ്ഢിത്തരവുമായിരിക്കും. ഈ അടിസ്ഥാനം വീക്ഷിച്ചു കൊണ്ടല്ലാതെ ഖുർആന്റെ ഓരോ തത്വവും വെവ്വേറെ മുറിച്ചെടുത്ത് എല്ലാ തരം ആളുകളും പ്രഥമ ദൃഷ്ടിയിൽ തന്നെ നിരുപാധികം അംഗീകരിക്കത്തക്കവണ്ണം ചിത്രീകരിച്ചു കാണിക്കുവാൻ ശ്രമിക്കുന്നത് തികച്ചും പാഴ്വേലയായിരിക്കും. ഖുർആൻ പരിശോധിക്കുമ്പോൾ ഈ അടിസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് കാണാവുന്നതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ചില തത്വങ്ങൾ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലും ചിലത് ഖുർആൻ വാക്യങ്ങളുടെയും നബിവചനങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിലും മറ്റു ചില കാര്യങ്ങൾ മുൻഗാമികളുടെ പ്രസ്താവനകളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലും പ്രമാണപ്പെട്ട ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടു കാണുന്നതും.